കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് ചേരാൻ കഴിയാതെ പോയത്. എന്നാലും ഇന്ന് ഒരുമിച്ച് ചേരുവാനും എല്ലാവരുടെയും മുഖം കാണുവാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നു ചേർന്ന പ്രിയ സഹോദരന്മാരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയാനുള്ള, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, വർഗീസ് മാത്യു എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. സാജൻ ബ്രദറുണ്ട്. എല്ലാവർക്കുമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. തെസ്സലോനിക്ക ലേഖനമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഒന്നാമത്തെ ലേഖനമാണ് പഠിച്ചു വരുന്നതല്ലോ. അതിൻ്റെ 4-ാമത്തെ അധ്യായമാണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 4-ാമത്തെ അധ്യായം നമുക്ക് 1 മുതലാണ് പഠിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയുള്ളത് ജീവിതപരമായിരിക്കുന്ന ഒരു പ്രബോധനം മാത്രമാണ് അവിടെ നൽകുന്നത്. ജീവിതപരമായിരിക്കുന്ന പ്രബോധനമാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് കേൾവിക്കാർക്ക് അത് എത്രത്തോളം സ്വീകാര്യമായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ ജീവിതപരമായ പ്രബോധനം തീർച്ചയായും നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ബാബു പാസ്റ്റർ പറഞ്ഞതുപോലെ അതിൻ്റെ 13 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകാൻ കാലമെടുത്തു. 2000 വർഷം മുമ്പ് എഴുതിയ വചനത്തിൻ്റെ നിവൃത്തീകരണം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമാണ്. ഓക്കെ, 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിന് 1-ാം വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പം ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്തായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതപരമായിരിക്കുന്ന നടപടികൾ, ജീവിതപരമായിരിക്കുന്ന ക്രമീകരണങ്ങൾ ദൈവവചനത്തിനും കർത്താവിന് യോഗ്യമായിരിക്കുന്ന അടിസ്ഥാനത്തിലായിരിക്കണം. അത് നിങ്ങൾ ഞങ്ങളോട് കേട്ടിട്ടുണ്ടല്ലോ. മാത്രമല്ല, പൗലോസ് എടുത്തു പറയാണ്, നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. നിങ്ങളെ പ്രത്യേകിച്ച് പ്രബോധിപ്പിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ അതിൽ വളരെ കൃത്യത പാലിക്കുന്നുണ്ട്. ആ നടക്കുന്നത് പോലെ തന്നെ. എത്ര പ്രോത്സാഹനമാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുക അല്ലേ? കഠിനമായ ഉപദേശമല്ലല്ലോ. നിങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ഉപദേശിച്ചതുപോലെ, ഞാൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ ഈ വിധത്തിൽ പ്രബോധനം കൊടുക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എത്ര മാതൃകാപരമാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മൾ പല സഭകളിലും വിശ്വാസികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ വിശ്വാസികൾക്ക് നമ്മളോട് ഒരു വിഷമം ഉണ്ടാകും, ദേഷ്യം ഉണ്ടാകും. പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടുന്ന സമയം വരുമ്പോൾ തന്നെയും അവരെ പ്രോത്സാഹിപ്പിച്ച് നോക്കിയേ. പ്രോത്സാഹിപ്പിച്ചാൽ അവർക്ക് നമ്മളോട് സ്നേഹം വർദ്ധിക്കുകയുള്ളൂ. അപ്പം പൗലോസ് ഇവിടെ പറയാണ്, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. പൗലോസിനെ കൽപ്പിച്ചാൽ മതി അല്ലേ? എന്നാൽ പൗലോസ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എന്ന് പറയുകയാണ്. എന്ത് കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്? ഇങ്ങനെ അപേക്ഷിക്കുന്നത് എന്തിനാ? ഏത് കാര്യത്തെക്കുറിച്ചാണ് പ്രബോധിപ്പിക്കുന്നത്? അതറിയണമെങ്കിൽ അതിൻ്റെ താഴത്തെ വാക്യങ്ങൾ വായിക്കണം. അതിൻ്റെ 2-ാം വാക്യം, 3-ാം വാക്യം, 4-ാം വാക്യം ഒക്കെ വായിക്കണം. എന്തിനു വേണ്ടി തെസ്സലോനിക്കരെ പ്രബോധിപ്പിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകാൻ അത് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. 2-ാം വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പൗലോസ് അവർക്ക് ജീവിതപരമായിരിക്കുന്ന കുറച്ച് കൽപ്പനകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ജീവിതപരമായിരിക്കുന്ന കൽപ്പനകൾ, അല്ലാതെ വിശ്വാസ പ്രമാണ സംബന്ധമായ കൽപ്പനകളല്ല, ന്യായപ്രമാണം പോലുള്ള കൽപ്പനകളല്ല. ഇത് ജീവിതപരമായ കൽപ്പനകൾ കൊടുത്തു എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് പ്രവൃത്തി വേണ്ട രക്ഷിക്കപ്പെടാൻ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആരും പ്രവൃത്തിയാലല്ല രക്ഷിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണ്. ഒരുത്തൻ്റെയും പ്രവൃത്തി നീതീകരണത്തിന് ആവശ്യവുമില്ല. എന്നാൽ ജീവിക്കുന്ന കാലത്ത്, മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് ജീവിതത്തിൻ്റെ മേഖലകളെ, എല്ലാ മേഖലകളെയും വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ഈ നാളുകളിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്, ചിലരൊക്കെ പഠിപ്പിക്കാറുണ്ട്, ജീവിതവും ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എങ്ങനെ ജീവിച്ചാലും ദൈവത്തിന് നമ്മളോട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കുകയും ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അതല്ല പൗലോസ് പറയുന്നത്. ജീവിതത്തെ ക്രമീകരിക്കുക. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, എന്തിനെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നത്? ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എവിടെയും പൗലോസിൻ്റെ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, പൗലോസിൻ്റെ എഴുത്തുകളിലെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണുന്നതായിരിക്കുന്ന കാര്യം, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കാൻ, അതാണല്ലോ 1-ാം വാക്യത്തിൽ തുടങ്ങുന്ന തന്നെ അങ്ങനെയല്ലേ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങളെങ്ങനെ നടക്കണം. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും നമ്മൾ ദൈവഹിതപ്രകാരം തയ്യാറാക്കണമെന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതായിരിക്കുന്ന ശരീരമുള്ളവരാണ് നമ്മളെല്ലാവരും, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരമുള്ളവർ, ദൈവാത്മാവ് വസിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. നമുക്കറിയാം, ഞാനൊരു കാര്യം പറയട്ടെയോ, പണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം വസിച്ചിരുന്ന സ്ഥലമായിരുന്നു മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ട് വരുമ്പോൾ അവരുടെ ഇടയിൽ അടിച്ചതായിരിക്കുന്ന സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചു പോന്നിരുന്നു, അഥവാ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനത മോശയോടും ദൈവത്തോടും പാപം ചെയ്തപ്പോൾ ദൈവം പറയുന്നതായിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഞാൻ ഈ ജനത്തിൻ്റെ നടുവിൽ വസിച്ചാൽ ഞാൻ ഈ ജനത്തെ കൊന്നുകളയും. അതുകൊണ്ട് നീ സമാഗമന കൂടാരമെടുത്ത് പാളയത്തിന് പുറത്തടിക്കുക. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആ വാക്യം നോട്ട് ചെയ്തില്ല. പാളയത്തിന് പുറത്ത് സമാഗമന കൂടാരം അടിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പിൻകാലങ്ങളിൽ പാളയത്തിന് പുറത്താണ് സമാഗമന കൂടാരം അടിച്ചത്. ഈ 10-20 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന പാളയത്തിൻ്റെ നടുവിൽ വെച്ചിരുന്ന സമാഗമന കൂടാരം പിന്നീട് പാളയത്തിന് പുറത്ത് ഒരു തനി കോണിലേക്ക് മാറ്റുകയുണ്ടായി. എന്തായിരുന്നു ഇതിൻ്റെ കാരണം? ദൈവത്തിന് അശുദ്ധിയുള്ളിടത്ത് വസിക്കാനായിട്ട് പറ്റുകയില്ല. ഇത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നമ്മളുടെ ജീവിതത്തെക്കുറിച്ചും ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിത രീതി നമ്മളിൽ നിന്നുണ്ടാകണമെന്നുള്ളതാണ്. അവിടെ 3-ാം വാക്യത്തിൽ വായിച്ച അതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നിട്ട് എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ? നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇതെന്താ തെസ്സലോനിക്കരോട് അങ്ങനെ എടുത്തു പറയാൻ കാരണം? അതായത് ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല എന്നൊക്കെ പറയാൻ കാരണം, ഈ ജാതികളുടെ ജീവിത രീതി, തെസ്സലോനിക്കയിലെ വിശ്വാസികളൊക്കെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ നടപ്പുള്ളതായിരിക്കുന്ന ഒരു കാര്യം, ലൈംഗികമായിരിക്കുന്ന അതിക്രമങ്ങൾ, ലൈംഗികമായിരിക്കുന്ന പാപത്തിന് അവർ വലിയ വില കൽപ്പിക്കുന്നില്ല. അവരത് ഏത് വിധത്തിലും ഉപയോഗിച്ചാലും അവർക്കതൊരു ദോഷമായി തോന്നുന്നില്ല. അപ്പോൾ പൗലോസ് പറയുന്ന കാര്യമാണ്, ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഭാര്യയ്ക്ക്
അവളുടെ ഭർത്താവും ഒരു ഭർത്താവിന് അവളുടെ ഭാര്യയുമാണ് അവരുടെ പാത്രങ്ങൾ. താൻ്റെ പാത്രം. ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ സ്വയം സ്നേഹിക്കുന്നു. ആരും തൻ്റെ ശരീരത്തെ ഒരു നാളും ഭജിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നില്ലേ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ, ഈ ദുർനടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വിവാഹ ബന്ധത്തിന് പുറത്തുള്ളതായിരിക്കുന്ന മ്ലേച്ഛ ബന്ധത്തെക്കുറിച്ചാണ് ദുർനടപ്പ് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിക്കാൻ ഞാൻ ഈ കാര്യങ്ങളൊന്നും അധികം പറഞ്ഞ സമയം കളയുന്നില്ല കേട്ടോ. ഇതൊക്കെ നമ്മളെല്ലാവരും പാലിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും തിരുവെഴുത്ത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അത് പറഞ്ഞു പോകേണ്ട ആവശ്യം കൊണ്ട് ഇറങ്ങി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. താൻ്റെ പാത്രം, ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ബന്ധങ്ങളെ നാം വിശുദ്ധിയോടുകൂടെ സംരക്ഷിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം വിശുദ്ധിയോടുകൂടെ, എബ്രായ ലേഖനത്തിലെ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് വായിക്കുന്നുണ്ടല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? മാന്യമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ കിടക്ക നിർമ്മലമായിരിക്കട്ടെ എന്ന് പറഞ്ഞാലോ, ആ കിടക്ക മലിനപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? തമ്മിൽ തെറ്റ് ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളായിരിക്കുന്ന ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് സർവ്വതും അനുവദനീയമാണ്, അനുഗ്രഹിച്ച ദൈവം തന്നിരിക്കുന്നതാണ്. എന്നാൽ അത് അശുദ്ധിക്കായിട്ട് പുറമേ ഉള്ളായിരിക്കുന്ന ബന്ധങ്ങളിലാകരുത് എന്നാണ്. ശരി, ഞാൻ അത്രയൊന്നും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. താൻ്റെ പത്രത്തിൽ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ അത് പറഞ്ഞിട്ട് 6-ാം വാക്യം വീണ്ടും അത് ഉറപ്പിക്കുന്ന കണ്ടില്ലേ, എത്ര ശക്തമായിട്ടാണെന്ന്. പൗലോസ് എത്ര ശക്തമായിട്ട് പറയുന്നത് ഞാനൊന്നും പറയാതെ വിട്ടു കഴിഞ്ഞാലോ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വായ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ഈ കാര്യത്തിൽ ആരും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യരുത്, സഹോദരനെ ചതിക്കുകയും ചെയ്യരുതെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊരിന്തിലെയൊക്കെ വിശ്വാസം, ഇതിപ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ്, എന്നാൽ കൊരിന്തിലെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ പാരമ്പര്യ ജീവിതം, കൊരിന്ത് എന്നൊക്കെ പറഞ്ഞാൽ മ്ലേച്ഛതയുടെ നാടെന്ന് അറിയപ്പെടുന്ന മ്ലേച്ഛത. അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് വലിയ വിലയൊന്നുമില്ല. അവിടെ എല്ലാവരും പരസ്പരം ഇഴുകിച്ചേർന്നുള്ള ജീവിതമാണ്. പാപത്തിൻ്റെ പ്രതീകമായിട്ടാണ് കൊരിന്ത്യരെ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ഈ തെസ്സലോനിക്ക പോലുള്ളായിരിക്കുന്ന പട്ടണങ്ങളിലുമൊക്കെ ജാതീയ സമൂഹങ്ങളുടെ ഇടയിൽ പരസ്പരമായിരിക്കുന്ന ആ ഭാര്യ ഭർത്തൃ ജീവിതത്തിൻ്റെ പവിത്രത സൂക്ഷിക്കാത്ത പുറം ജാതികളുണ്ട്. എന്നാൽ നിങ്ങൾ, വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് എന്നാണ് പറയുന്നത്. സഹോദരനെ ചതിക്കുകയും അരുത് എന്ന് പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, സഹോദരന്മാരുടെ ബന്ധത്തിൽ അവരെ വഞ്ചിക്കുന്ന വിധത്തിൽ അവരോട് ഇടപെടരുത് എന്നുള്ള അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പം ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് സഹോദരനെ ചതിക്കുക? സഹോദരൻ്റെ ഭാര്യമാരെ, സഹോദരൻ്റെ മക്കളെ അറിയിക്കുന്ന പരിഗണന കൊടുത്ത് സ്നേഹത്തോടെ നാം പരിഗണിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സഹോദരനെ വഞ്ചിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വായ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവെന്ന്. തീർച്ചയായിട്ടും ദൈവം പ്രതികാരം ചെയ്യും. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് ഞാൻ ചോദിക്കും, ഇതൊക്കെ വായിച്ചിട്ട് ഈ ഇന്നത്തെ കുറച്ച് പേരുണ്ട്, നിങ്ങളൊക്കെ അറിയായിരിക്കും, കുറച്ച് പേരുണ്ട്, അതായത് ദൈവത്തിന് ജീവിത വിശുദ്ധി പ്രാധാന്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ കൂടെയുണ്ട്. ജീവിത വിശുദ്ധിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, എങ്ങനെ നടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ കൂടെയല്ല, നമ്മുടെ ഇടയിലല്ല, നമ്മളിൽ നിന്ന് വിട്ട് എന്നാൽ കൃപയുടെ സുവിശേഷം പറയുന്നവർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പൗലോസിൻ്റെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്കത് സമ്മതിക്കാൻ പറ്റുകയില്ല.
ഒരിക്കലും പറ്റുകയില്ല. ഈ വകയ്ക്കൊക്കെയും ദൈവം പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം പ്രതികാരം ചെയ്യുമെന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അതിലെന്താ സംശയം? ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. 7-ാമത്തെ വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്ര വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. അപ്പം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തോന്നിവാസപ്രകാരം ജീവിക്കാനല്ല, വിശുദ്ധീകരണത്തിൽ ജീവിക്കാനാണ്. ഇതൊരു മനഃപ്പാഠമാക്കണം നമ്മുടെ ജീവിതത്തിൽ. വിശുദ്ധീകരണത്തോടു കൂടെ ദൈവത്തിന് യോഗ്യമായിരിക്കുന്ന ജീവിതം നയിക്കാൻ ദൈവം എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞുണ്ടോ, തുച്ഛീകരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം, എൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വേണേലും ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം എന്നുള്ളതായിരിക്കുന്ന ഒരു മനോബോധത്തോടു കൂടെ ജീവിക്കുന്നവൻ തുച്ഛീകരിക്കുന്നത് ആരെയാണെന്നറിയാമോ? ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്. എന്തുകൊണ്ട് ദൈവത്തെ തുച്ഛീകരിക്കുന്നു? ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. വാക്യം നോക്കിയേ, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വെച്ചത് എന്തിനാണെന്നറിയോ? നമ്മുടെ ആത്മാവിലേക്ക് തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ഈ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നാം നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ദൈവത്തെ പരിഹസിക്കുകയാണ്, തുച്ഛീകരിക്കുകയാണ്, നിസ്സാരനാക്കുകയാണ്. കാരണം ദൈവം തന്ന ആത്മാവിനെ നമ്മൾ ഏതുമല്ലാത്തതെന്ന പോലെ കാണുകയാണ് എന്നാണ് അവിടെ പൗലോസ് പറയുന്നത്. ഓക്കെ, ആ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരാരും അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യുന്നവരല്ല എന്നെനിക്ക് നല്ല ഉറപ്പും ധൈര്യവുമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. 9-ാമത്തെ വാക്യം, സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോട് ഒക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. സഹോദര പ്രീതിയെക്കുറിച്ച് പലപ്പോഴും പൗലോസ് എഴുതുന്നുണ്ട് കേട്ടോ. സഹോദരന്മാരെ സ്നേഹിക്കുക, സഹോദര പ്രീതിയിൽ സന്തോഷിക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും പൗലോസ് പല ലേഖനങ്ങളിലും പല ഭാഗങ്ങളിലും എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പറയാണ്, സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ആവശ്യമില്ല. കാരണം നിങ്ങൾ മക്കദോന്യ, ഈ തെസ്സലോനിക്കരുടെ കുറച്ച് ദൂരെയുള്ളായിരിക്കുന്ന സ്ഥലമാണ് മക്കദോന്യ. അവിടെയൊക്കെ ചെന്ന് അവരെ എല്ലാവരും സ്നേഹിക്കുകയും തമ്മിൽ ഐക്യതയിൽ തുടർന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന സഹോദര പ്രീതിയിലുള്ളായിരിക്കുന്ന ഒരു ജീവിതം തെസ്സലോനിക്കയിലെ സഭയ്ക്ക് ഉള്ളത് കൊണ്ട് പൗലോസ് പറയുകയാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല സഹോദര പ്രീതിയെക്കുറിച്ച്. നിങ്ങളത് ആചരിക്കുന്നുണ്ടല്ലോ, മക്കദോനിയ സഭയിലൊക്കെ നിങ്ങളത് കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ വേറെ ഒന്നിനും സഹോദരന്മാർ കടപ്പെടരുത് കേട്ടോ. വേറെ ഒന്നിനും കടപ്പെട്ടിരിക്കരുതെന്നാണ്. സ്നേഹത്തിലല്ലാതെ മറ്റൊന്നിലും കടം പെട്ടിരിക്കരുത്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു, ഞാൻ കടം പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്തിന് കടപ്പെടുന്ന? സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. അപ്പം ഞാൻ പറയുന്നത്, ഓരോരുത്തരും അന്യോന്യം സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ആർക്കാ കഴിയുന്നത്? ലോകത്തിലെ മനുഷ്യരോട് ക്ഷമിക്കാൻ പറഞ്ഞാൽ അവർ ക്ഷമിക്കുമോ? പ്രതികാരം ചെയ്യാനല്ലേ അവർ ആഗ്രഹിക്കുകയുള്ളൂ. അങ്ങനെയുള്ളതായിരിക്കുന്ന ലോകത്തെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ, സഹോദരന്മാരുടെ ഇടയിൽ നിന്നോ സഹോദരിമാരുടെ ഇടയിൽ നിന്നോ ഒരു ചെറിയ വിഷമത്തിൻ്റെ കാരണം ഉണ്ടായാൽ പോലും സാരമില്ല എന്ന് വെക്കാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ക്ഷമിക്കും. കർത്താവ് ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പിൻ എന്നൊക്കെ പൗലോസ് എഴുതിയത് വായിച്ചിട്ടില്ലേ? എത്ര വാക്യങ്ങളെന്നറിയാം. ഞാനങ്ങനെ വാക്യങ്ങളൊന്നും ഒരുപാട് ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പം ഈ സഹോദര സ്നേഹം, സഹോദര പ്രീതി, സ്നേഹം എന്ന വാക്കല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, സഹോദര പ്രീതി എന്ന വാക്കാണ്. ഈ പ്രീതി എന്ന വാക്കിന് വളരെ ആഴമുണ്ട്. ഏതിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. പ്രീതി എന്ന വാക്കിന് വളരെ വളരെ ആഴമുണ്ട്. കാരണം
ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്തോ തടസ്സം വരുന്നത് പോലെ തോന്നുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ വരുത്തണം. ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പോൾ ഓക്കെ, അതെൻ്റെ ഫോണിൻ്റെ തകരാറാണെന്ന് തോന്നുന്നു. ഞാൻ കാര്യം വൈഫൈൻ്റെ അടുത്തായിരിക്കുന്നത്. എന്നാലും അപ്പോൾ സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചു പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്. കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഞാൻ ഫോൺ മാറ്റിക്കൊള്ളാം. കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം എന്നാൽ ഈ സഹോദര പ്രീതിയിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം, നിരന്തരം വർദ്ധിച്ചു വരണം. എന്തൊരു പ്രബോധനമാണല്ലേ. നമുക്ക് സഹോദര പ്രീതിയും സഹോദര സ്നേഹവും വർദ്ധിക്കേണ്ട ആവശ്യം എത്രയോ വലുതാണ്. ഒരു സഭയായിട്ട് കൂടുമ്പോൾ, ഒരു സമൂഹമായിട്ട് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പല സഭകളിലുള്ളായിരിക്കുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഐക്യതയില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ, നമുക്ക് തമ്മിലുള്ളായിരിക്കുന്ന മനസ്സിലുള്ളായിരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ കൂട്ടായ്മ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും? അപ്പോൾ ഇവിടെ അത് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, പുറത്തുള്ളവരോട് മര്യാദയായി നടക്കണം. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള സഹോദര സ്നേഹം മാത്രം പോരാ, പുറമേ ഉള്ളവരോട് നാം വളരെ മര്യാദയുള്ളവരായി നടക്കണം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയാണ്. ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒന്നിനും മുട്ടില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അറിയാം? പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നത് യഥാർത്ഥമായിട്ട് സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങളിൽ പെട്ടുപോകാതെ വണ്ണം നാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി കരുതിക്കൊള്ളുന്നവരായിരിക്കണം എന്നാണ്. ഒന്നിനും മുട്ടില്ലാതെ ഇരിപ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്, വിശ്വാസികളാണ്, മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മൾ ധൂർത്തന്മാരായിട്ടോ ധാരാളികളായിട്ടോ ജീവിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നില്ല. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുക, ഒന്നിനും മുട്ടില്ലാതിരിക്കുക. പൗലോസ് പറയുന്നില്ലേ, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നില്ലേ, തനിക്കുള്ളവർക്കും പ്രത്യേക സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവായി യേശുക്രിസ്തു പഠിപ്പിച്ച ഉപദേശത്തിൽ നിന്ന് ഘടകവിരുദ്ധമല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെയും പൗലോസ് പറയുന്നു, സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കണം, ഒന്നിനും മുട്ടില്ലാതിരിക്കണം, പുറമേ ഉള്ളവരുടെ മര്യാദയായി നടക്കണം എന്ന് പറയുന്നതും, ഇപ്പം ഞാൻ തിമോഥെയോസിന്റെ ലേഖനത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കുന്ന തനിക്കുള്ളവർക്കും തൻ്റെ സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത് കുടുംബത്തെ സംരക്ഷിക്കാൻ, കുടുംബത്തെ പോറ്റുവാനുള്ളായിരിക്കുന്ന ധനസമാഹരണത്തിന് ഒരു വിശ്വാസി എപ്പോഴും പൂർണ്ണ സജ്ജമായിരിക്കണം, ഒരുക്കമായിരിക്കണം എന്നാണ്. ഇത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഉപദേശത്തിന് വിരുദ്ധമാണ്. എന്താണെന്നറിയാമോ? കർത്താവ് പറഞ്ഞു, അങ്ങനെ തന്നെ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ ഒരുത്തൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. വേറെ ഒരു ധനവാനായ മനുഷ്യന് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അപ്പം കർത്താവ് പഠിപ്പിച്ചത് ദൈവരാജ്യത്തിൻ്റെ ഉപദേശത്തിലാണ്. ദൈവരാജ്യത്തിൻ്റെ ഉപദേശത്തിൽ കർത്താവ് പഠിപ്പിച്ചത് ശരിയാണ്, അവിടെ തെറ്റല്ല. കർത്താവ് പഠിപ്പിച്ചതും തെറ്റല്ല. കാരണം അവരുടെ ദൈവരാജ്യം അവർക്ക് സമീപയായിരിക്കുകയാണ്.
അതിലേക്ക് കടക്കാൻ തക്കവണ്ണം ഈ സമ്പത്തും കെട്ടിപ്പിടിച്ച് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ സമ്പത്തിനെ ഒഴിവാക്കാനാണ് പറഞ്ഞത്. എന്നാൽ കാലം കഴിഞ്ഞു പൗലോസിന് കൃപയുടെ സുവിശേഷം കിട്ടിക്കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, അങ്ങനെയല്ല, മുട്ടില്ലാതിരിക്കണം, സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കണം, സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കണം, സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി അധ്വാനിക്കണം, കുടുംബത്തെ പോറ്റണം, ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം, ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്തവരായിരിക്കണം എന്ന് പൗലോസ് പറയുകയാണ്. ആ രണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷത്തിലും കൃപയുടെ സുവിശേഷത്തിലുള്ള വ്യത്യാസം കണ്ടോ? ഇന്ന് നമ്മളെക്കുറിച്ച് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം ആ വിധത്തിൽ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വളരെ ആകാംക്ഷയുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വചനത്തിലേക്ക് നമുക്ക് വരാം. 13 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും എന്ന് പറഞ്ഞാൽ, തെസ്സലോനിക്ക വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് ഈ വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ കഷ്ടത്തോടുകൂടെ കഷ്ടം അനുഭവിച്ച് മരിച്ചു പോകേണ്ടി വന്നു എന്ന് ഞാൻ മുൻ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. തെസ്സലോനിക്കർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളത് ഞാൻ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ആ വിധത്തിൽ പല കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, അതായത് യഹൂദികളുടെ വിശ്വാസികൾ സ്വന്തം ജനത്തിൽ നിന്ന് അനുഭവിച്ച് തന്നെ നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്നുവല്ലോ എന്ന് തെസ്സലോനിക്കരോട് പറയുന്ന വാക്കുകൾ നമ്മളിതിനു മുമ്പ് പഠിച്ചതാണ്. അങ്ങനെ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളും ഈ വിശ്വാസത്തിൽ വന്നതിൻ്റെ കാരണത്താൽ തന്നെ ഒരു പക്ഷേ അവിടെ ഉള്ളായിരിക്കുന്ന ജാതികളായിരിക്കുന്ന ആളുകളോ മറ്റാരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് ഇവിടെ ഉള്ളായിരിക്കുന്ന പലരും മരിക്കേണ്ടി വന്നു എന്നുള്ളായിരിക്കുന്ന ഒരു ധ്വനി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഭയങ്കര കഷ്ടത്തിൽ കൂടി തെസ്സലോനിക്ക സഭ കടന്നുപോയത് മാത്രമല്ല, മരിക്കേണ്ടതായിട്ടും വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മരിച്ചു പോയവരായിരിക്കുന്ന വിശ്വാസികളെ കുറിച്ച് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്ത, പ്രത്യാശയില്ലാത്തായിരിക്കുന്ന ജാതികൾ തലമുറയിട്ട് കരയുകയും മരിച്ചു പോയവരെ കുറിച്ച് എന്നും നിരാശ കൊണ്ട് ജീവിക്കുകയും ചെയ്യും. അല്ലേ? ലോകത്തിലെ മനുഷ്യൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമാണ്. നമുക്കറിയാം, വിശ്വാസികളല്ലാത്ത ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതമാണ്. അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഞാൻ പറയുന്ന ചെറുപ്പക്കാർ, യൗവനക്കാർ, അല്ലെങ്കിൽ അധികം പ്രായമില്ലാത്തവരൊക്കെ പെട്ടെന്ന് മരിക്കുമ്പോൾ കുടുംബത്തിന് താങ്ങാൻ പറ്റുകയില്ല. കാരണം അവരുടെ പ്രതീക്ഷ ഈ ഭൂമിയിലെ ജീവിതത്തിൽ മാത്രമായതുകൊണ്ട് മരിച്ചു പോയവർ അവസാനിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതം തന്നെ അവസാനിച്ചു എന്നുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ അവരായിത്തീരുകയാണ്. അപ്പം ലോകത്തിലുള്ളായിരിക്കുന്ന മനുഷ്യരെല്ലാവരും എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞില്ലേ, പ്രത്യാശയില്ലാത്തവരായി ജീവിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, എപ്പോൾ മരിച്ചാലും എന്ത് വേണം, എങ്ങനെ മരിച്ചാലും എന്ത് വേണം, ഏത് സമയത്ത് എന്ത് സംഭവിക്കട്ടെ, എങ്ങനെ സംഭവിക്കട്ടെ, എപ്പോൾ മരിച്ചാലും നിത്യതയിൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്ന ആ മനോഹര നാള്, വർണ്ണനാതീതമായിരിക്കുന്ന ആ ദിവസം എന്തോ ഒരു സന്തോഷമാണതല്ലേ. എനിക്ക് വിട്ടുപിരിഞ്ഞ് പൗലോസ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ അതിയായിരിക്കുന്ന ആകാംക്ഷയുണ്ട്, അതിയായിരിക്കുന്ന മോഹമുണ്ട്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണോ നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷ? അതെയോ ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരെ പോലെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ചോ മരിച്ചു പോയവരെ കുറിച്ചോ അറിവില്ലാത്തവരാണോ നമ്മൾ? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ പൗലോസോടെ പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. മരിച്ചു പോയവരെല്ലാവരെയും നമുക്ക് കാണാം. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ വിശ്വാസികളായി മരിച്ചു, ക്രിസ്തുവിൽ മരിച്ചവർ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്.
അല്ലാത്തവരെ ആരെയും ക്രിസ്തുവിനോട് കാണാൻ പറ്റുകയില്ല. ക്രിസ്തുവിൽ മരിച്ചവരെ എല്ലാവരെയും നമുക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞ ആ വാക്ക് നോക്കിയേ, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അവിടെ പറയുന്നത് നോക്കിയാൽ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. മരിച്ചു പോയവരെ കുറിച്ച് പറയുകയാണ്, ക്രിസ്തുവിൽ മരിച്ച വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. ക്രിസ്തുവിൽ മരിച്ച വ്യക്തികൾ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ, അവനോടുകൂടെ തേജസ്സോടുകൂടെ വെളിപ്പെടും. ഇവിടെയും പറഞ്ഞ് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊള്ളുന്നവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. ഈ 2 വാക്യങ്ങളും ഒന്ന് തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം പ്രത്യക്ഷപ്പെടുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളുടെ മരിച്ചുപോയവരും എല്ലാ മരിച്ചുപോയ വിശുദ്ധന്മാർ അഥവാ ദൈവ ബന്ധത്തിൽ മരിച്ചുപോയവർ എല്ലാവരെയും നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു വലിയ പ്രത്യാശയല്ലേ. ഓക്കെ, 15-ാം വാക്യം. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അപ്പം മരിക്കുന്നതാണോ നല്ലത്? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അവിടെ വായിച്ചെങ്ങനെയാ? കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എന്ന് പറഞ്ഞാൽ ജീവനോടെ ഇരിക്കുന്നവരായ നമ്മൾ നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. ആദ്യം കർത്താവിൻ്റെ അന്ത്യകാഹളനാദം കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ ഗംഭീരസ്വരം കേൾക്കുമ്പോൾ ആരാണ് ആദ്യം പുതു ശരീരം പ്രാപിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് മുമ്പേ മരിച്ചുപോയവരാണ്. അവർക്ക് മുമ്പിൽ നമ്മളാകെയില്ലെന്ന് പൗലോസ് പറയുന്നത്. പക്ഷെ അത് പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞൊരു കാര്യം നോക്കുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതെന്തിനാ ഇത്രയും കാര്യങ്ങൾ? കർത്താവിൻ്റെ പ്രത്യക്ഷത, വാനമേഘങ്ങളിലെ പ്രത്യക്ഷതയുണ്ടല്ലോ, ആ വാനമേഘങ്ങളിലെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദം. കർത്താവിൻ്റെ ഗംഭീരനാദം എന്തിനാ? മരിച്ചുപോയവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കല്ലറകളിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മരിച്ചു പോയവർ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ തേജോമയനായ കർത്താവിൻ്റെ ഗംഭീര സ്വരം പുറപ്പെടണം. ആ ഗംഭീര സ്വരം പുറപ്പെടുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആ ശബ്ദത്തിങ്കൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. കർത്താവിൻ്റെ സ്വരത്തിന് മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ലാസറിൻ്റെ കല്ലറയ്ക്കൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന ആ ശബ്ദം മുഴങ്ങിയില്ലെങ്കിൽ ലാസർ ഒരിക്കലും കല്ലറയിൽ നിന്ന് പുറത്തു വരികയില്ല. കല്ലറയിലുള്ളവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും മരിച്ചവർ ഉയർത്തി നിൽക്കുകയും ചെയ്യുന്ന കാലം വരുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുക. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ വരുന്നു എന്ന് പറയുന്നത്, കർത്താവ് ഗംഭീരനാദത്തോടെ വരുന്നത്, കർത്താവിൻ്റെ ഗംഭീര സ്വരമാണ് മരിച്ചവരെ ഉയർത്തി നിൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും. ഈ പ്രധാന ദൂതൻ ആരായിരിക്കാം? പ്രധാന ദൂതൻ ആരെയും എന്തോ പറഞ്ഞല്ലോ അല്ലേ? ഇല്ല, മിഖായേലായിരിക്കാം അല്ലേ?
ശരി, ഞാൻ 2 വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. മിഖായേലാണോ അല്ലയോ നമുക്ക് നോക്കാം. ദാനിയേലിൻ്റെ പുസ്തകം എടുക്കാം. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വന്നിട്ട് നമുക്ക് 2 വാക്യം വായിക്കാം. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ദാനിയേൽ 10-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. എന്തെന്നാ വായിച്ചേ? പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തൻ. അപ്പം 2 പേരുണ്ടല്ലോ അല്ലേ? അപ്പം 2 പേരുണ്ട്. അപ്പം മിഖായേൽ മാത്രമാണ് പ്രധാന ദൂതൻ എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ശരി, ഇനി 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അതേ ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 21-ാം വാക്യം. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങളുടെ പ്രഭുവായ മിഖായേൽ അല്ലാതെ ഈ കാര്യത്തിൽ എന്നോട് കൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. മിഖായേൽ ആരുടെ പ്രഭുവാന്ന് പറഞ്ഞ? ഇസ്രായേലിൻ്റെ പ്രഭു. അപ്പം മിഖായേൽ ആരുടെ പ്രധാന പ്രഭുവാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിൻ്റെ പ്രധാന പ്രഭുവാണ്. അപ്പം ജാതികളായിരിക്കുന്ന നമ്മുടെ ഉദ്ധാരണത്തിൽ, നമ്മുടെ വീണ്ടെടുപ്പിന്, നമ്മുടെ ഉദ്ധാരണത്തിനായിട്ട് വരുന്നത് മിഖായേലായിരിക്കില്ല. അത് ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരിലെ പ്രധാന പ്രഭുവാണ്. ഇസ്രായേലിൻ്റെ സംരക്ഷകന്മാരായിരിക്കുന്ന ദൂതന്മാരുടെ പ്രഭുവാണ് മിഖായേൽ. അപ്പം നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഗബ്രിയേൽ ആയിരിക്കാം ഈ പ്രധാന ദൂതൻ. ഇവിടെ തെസലോനിക്ക ലേഖനത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ദൂതൻ ഗബ്രിയേൽ ആയിരിക്കാം. ഇനി അതല്ല മിഖായേലാന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. മിഖായേലായാലും ഗബ്രിയേലായാലും നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി, ഇസ്രായേലിൻ്റെ പ്രഭുവാണ് മിഖായേൽ. നിങ്ങളുടെ പ്രഭുവായ എന്നല്ല വായിച്ചേ. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മിഖായേൽ അല്ലാതെ, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ, യഹൂദ ജനത്തിൻ്റെ പ്രഭുവായ മിഖായേൽ അല്ലാതെ ഈ കാര്യത്തിൽ എന്നോട് കൂടെ നിൽപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാ. അപ്പം ഇസ്രായേലിൻ്റെ പ്രഭു ഈ സഭയുടെ പ്രഭു ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ മിഖായേൽ അവരുടെ പ്രഭുവാണെങ്കിൽ നമ്മുടെ പ്രഭു മിക്കവാറും മിഖായേലായിരിക്കുകയില്ല എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ പറയാണ്, എന്താ നമ്മൾ വായിച്ചത്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും. അതെന്തിനാ പ്രധാന ദൂതൻ ശബ്ദം മുഴക്കുന്നത്? കട്ടാകുന്നുണ്ടോ? പ്രധാന ദൂതൻ്റെ ശബ്ദം. ഒരുപക്ഷെ കർത്താവിൻ്റെ വരവിനാളിലെ ദൂതഗണത്തോടു കൂടിയല്ല വരുന്നത്, അനേകം ദൂതന്മാരോട് കൂടിയല്ല കർത്താവ് വരുന്നത്. അപ്പോൾ അനേക ദൂതന്മാരുടെ കൂടെ വരുമ്പോൾ ആ ദൂതന്മാരുടെ നേതാവായിരിക്കുന്ന പ്രഭുവായിരിക്കുന്നവൻ അതിൻ്റെ പിന്നെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ എഴുന്നള്ളത്തിൻ്റെ ധ്വനിയായിരിക്കും അവിടെ മുഴക്കുന്നത്. തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ തെസലോനിക്ക ലേഖനം 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. കർത്താവ് എങ്ങനെയാണ് വരുന്നത് സഭയെ സ്വീകരിക്കാൻ? ശക്തിയുള്ള ദൂതന്മാരുമായി, കോടാകോടി ശക്തിയുള്ള ദൂതന്മാരുമായിട്ടാണ് വരുന്നത്. അപ്പം ആ ദൂതന്മാരുടെ പ്രഭുവായിരിക്കുന്നവൻ മിഖായേലായാലും ശരി, ഗബ്രിയേലായാലും ശരി, ആരാണേലും പ്രധാന ദൂതൻ്റെ ശബ്ദം, അധികാരത്തിൻ്റെ, അവരുടെ മഷിക, അവരുടെ രാജാതിരാജാവായവൻ്റെ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്തിൻ്റെ കാഹളത്തിൻ്റെ ധ്വനി മുഴക്കുകയാണ്. ആ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. എന്തോ ഒരു എഴുന്നള്ളത്തായിരിക്കും അതല്ലേ? നിങ്ങൾ ഭാവനയിൽ കണ്ടിട്ടുണ്ടോ ആ എഴുന്നള്ളത്ത്? നമ്മുടെ കർത്താവിൻ്റെ തൻ്റെ സഭയെ സ്വീകരിക്കാൻ, തൻ്റെ മണവാട്ടി സഭയെ സ്വീകരിക്കാനുള്ളായിരിക്കുന്ന ആ എഴുന്നള്ളത്തിനെ കുറിച്ച് ദൈവം എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്ന് കാണാനായിട്ട് പറ്റും. എത്ര അതിശ്രേഷ്ഠമായ പ്രാധാന്യം! കർത്താവിൻ്റെ ഗംഭീര സ്വരം
പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ ഇറങ്ങി വന്ന് തൻ്റെ ശരീരമായിരിക്കുന്ന സഭയെ തൻ്റെ അരികിലേക്ക് ചേർക്കുന്ന ആ സുദിനം എത്ര മനോഹരമാണ്. അത് എന്തൊരനുഗ്രഹമാണല്ലേ. ആ നല്ല ദിനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്നിട്ടവിടെ പറയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. അവിടെ ആദ്യം ക്രിസ്തുവിൽ മരിച്ചവരാണ് ഉയർത്തി നിൽക്കുന്നത്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം രണ്ട് കൂട്ടരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് രണ്ട് സമയത്തല്ല കേട്ടോ. മരിച്ചവരാദ്യം പോകുന്നു, പിന്നെ പുറകെ നമ്മൾ പോകുന്നു, അങ്ങനെയല്ല. മരിച്ചവരാദ്യം ഉയർത്തെഴുന്നേൽക്കും, എന്നാൽ സ്വർഗത്തിലേക്ക് കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്നത് ഒരുമിച്ചാണെന്ന് പറഞ്ഞാൽ. മരിച്ചു പോയവരോട് ഒരുമിച്ചാണ് നമ്മളും കർത്താവിനെ എതിരേൽപ്പാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നോക്കിയ, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ, മരിച്ചവരെ ആശ്വസിപ്പിക്കാൻ, തെസലോനിക്കയിലെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കാൻ ഇതിനേക്കാളും വലിയൊരു കാര്യം പറയാനായിട്ടുണ്ടോ? മരിച്ചുപോയവരെ കുറിച്ച് അവർ ദുഃഖിച്ചിരിക്കുന്നവരാണ് തെസലോനിക്കയിലെ വിശ്വാസികൾ. പൗലോസ് എന്തിനാ ഈ വാക്യങ്ങളോട് പറഞ്ഞെന്നറിയാമോ? തെസലോനിക്കയിലെ വിശ്വാസികളിലെ മരിച്ചു പോയവരുടെ സ്വന്തക്കാരെ, ബന്ധുക്കളെ, മക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുള്ള സത്യവുമാണ്. അവ പറയാണ്, ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് വരുമ്പോൾ അവരെ കാണും. കർത്താവ് മേഘാരൂഢനായി കർത്താവ് മധ്യാകാശം വരുമ്പോൾ നിങ്ങളുടെ മരിച്ചു പോയവരെ എല്ലാവരെയും കാണും. നിങ്ങളും ഒരുമിച്ച് അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കും. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. എന്തോ ഒരു നല്ല പ്രബോധനമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെയും ആരെങ്കിലുമൊക്കെ ഈ വിധത്തിൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൻ നാൾ അവരെ കാണാനായിട്ട് കഴിയും എന്നുള്ളത് നമുക്കും എത്ര വലിയ ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ ഈ വചനങ്ങളെ കൊണ്ട് നമുക്കും അന്യോന്യം ആശ്വസിപ്പിക്കാം. ദൈവം എൻ്റെ കേൾവിക്കാരെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. നമ്മൾ 4-ാമത്തെ അധ്യായവും ഇന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർത്തു. ഇനി 5-ാമത്തെ അധ്യായവും അത് കഴിഞ്ഞാൽ 2 ദിവസം ഒരിക്കൽ 1-ാമത്തെ അധ്യായവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ പലപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാനങ്ങനെ ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞു പോയത്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം പഠിക്കാനുണ്ട്. ഓരോ വാക്കുകൾ എടുത്ത് തന്നെ പഠിക്കാനുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ വചനത്തിൻ്റെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ടല്ലേ? അത് ഉണ്ടോ? കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പോൾ നമുക്കും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെ കാത്തിരിക്കാം. അധികം താമസമില്ല പ്രിയമുള്ളവരെ. ഞാനൊരു വാക്കുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഈ പശ്ചിമേഷ്യയിലേക്ക് നോക്ക്. അവിടെ കേൾക്കുന്ന എന്താണ്? യുദ്ധത്തിൻ്റെ കാഹളമല്ലേ അവിടെ മുഴങ്ങുന്നത്? അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെല്ലാം വന്ന് ഇറാനെതിരെ പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? 2000 വർഷം മുമ്പ് പൗലോസ് അപ്പോസ്തലൻ കർത്താവ് മേഘാരൂഢനായി വരും, അല്ലെങ്കിൽ മേഘത്തിൽ വരും, നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് എത്രമാത്രം പ്രത്യാശയുള്ളവനായിട്ടാണ് പറഞ്ഞത്. അതിനേക്കാളും ഇരട്ടി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. ഞാൻ ധൈര്യമായിട്ടൊരു കാര്യം പറയുന്നു. കർത്താവ് നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ നാളുകളിൽ തന്നെ കർത്താവിൻ്റെ ഈ മേഘപ്രത്യക്ഷത നടക്കും. ഒരല്പകാലം കൂടെ ജീവിക്കാൻ ദൈവം നമുക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെയൊക്കെ വിശ്വാസത്തിൽ പറഞ്ഞാൽ 3-4 വർഷം കൂടെ ജീവിക്കാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാഹളധ്വനി, ഗംഭീരസ്വരം നമ്മൾ കേൾക്കും. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങും. പൗലോസ് അന്ന് എഴുതിയപ്പോൾ പ്രത്യാശയോടെയാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് അതിനേക്കാൾ വലിയ പ്രത്യാശയുടെ ദിനങ്ങൾ നമുക്ക് വന്നെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുങ്ങാം. നമുക്ക് സഹോദരന്മാരെ സ്നേഹിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം. നമുക്ക് കർത്താവിൻ്റെ സത്യവചനത്തിന് വേണ്ടി നിലനിൽക്കാം. എൻ്റെ കേൾവിക്കാരെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.